എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് സാറേ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത്. അതും എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നു. അന്ന് എൻ്റെ മുൻപിലുള്ള ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു വന്നത് ഒരു കുഞ്ഞു മനുഷ്യൻ്റെ രൂപമാണ്. അയാൾ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു, കരയിപ്പിച്ചു. പിന്നീട് ജനങ്ങൾ അയാളെ ജനപ്രിയ നായകൻ എന്ന പേര് വിളിച്ചു. എത്ര പേർക്ക് എന്നെ തെരിയും തെരിയാതെ എൻ പേര് ദിലീപ്. ഒരിക്കലും ദിലീപിനെ പോലത്തെ ഒരാള് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. ദിലീപൊക്കെ കാരണം ഒരിക്കലും കഴിവുള്ള ആൾക്കാരെ ആർക്കും മാറ്റി നിർത്താനും പറ്റില്ല. തമിഴ് വിൽസെ രാക്ഷസ നടികൻ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ദിലീപ് அவங்களோட படம் கூட நிறையா பார்த்துருக்கேன். அவருடைய காமெடி கூட எனக்கு ரொம்ப பிடிக்கும். പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. കുറച്ച് കറുത്ത നിറമുള്ള ചെയ്തു. കുറിസി സുന്ദരൻ തെറ്റിദ്ധരിക്കണ്ട, പേരിൽ മാത്രമേ ഉള്ളൂ. ഐ എം ഗോപാലകൃഷ്ണൻ. അപ്പന്റെ ഓയിൻമെന്റാ. ദിലീപ് പഴയ ഇമേജ് തിരിച്ചുപിടിക്കാനും പഴയ പടിയിൽ താൻ ഫ്ലെക്സിബിൾ ആണ്, ജനപ്രിയനാണ്, കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്റർവ്യൂവിലും സിനിമയിലും എല്ലാം കാണാം. പക്ഷെ അദ്ദേഹം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പഴയ സിനിമാഭിനയ പാഠവും, അത് സത്യത്തിൽ ഇപ്പോ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ജനപ്രിയ നായകൻ എന്നൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ എഴുതി കാണിക്കുന്നത് മാത്രമേ ഒന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആളുകൾ അത്രയും ജനപ്രിയനല്ല അദ്ദേഹം. പക്ഷെ ആ കേസ് ഇല്ലായിരുന്നെങ്കിലും ഇതാണ് ദിലീപിന്റെ ശൈലിയെങ്കിൽ ദിലീപ് നേരത്തെ ഔട്ടായി പോനെ. അവന്റെ